ആ അമീതും കുട്ടികളൊക്കെ നടന്നു വരുന്നല്ലോ. ആ അമീതേ അവിടെ നിന്നോ പോരാ. ആ പുണ്യവാശം വരുന്നല്ലോ. എന്താ ശങ്കരൻകുട്ടിയെ സുഖല്ലേ? എന്താ മീനാക്ഷിയെ? ആ ശങ്കരൻകുട്ടിയാ എന്താ കുട്ടിയെ സ്കൂളൊക്കെ കൂട്ടിയിരിക്കല്ലേ? ആരത് പാറുവോ? ഇതാര ലക്ഷ്മിയാ? എന്താ എങ്ങനെ ഇറങ്ങിക്കണേ? നടക്കാറിങ്ങിയതാ? അതെ എവിടെയും പോയൊന്നുമില്ലേ? എവിടെയും പോയില്ലേ? എന്ത് മക്കളൊക്കെ എവിടെയെങ്കിലും പോയിക്കൂടെ? എന്താ ഞാൻ വാർത്തല്ലോ ബാങ്ക് പോയതാ? ആ നേരം പോണൊന്നുമില്ല. ആ എന്താ സുഖല്ലേ? ആ ഓക്കേ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വന്നോളൂ. ഏട്ടാ കുട്ടികളും കൊണ്ടേക്കട്ടോ. എന്താ മാസത്തെ സംസാരിക്കാളൂ? സ്കൂളിലൊരു 4-5 PTA മീറ്റിംഗ് കഴിഞ്ഞു. അതിനൊന്നും നിങ്ങൾ വന്നിട്ടില്ല. നിങ്ങൾക്ക് അത് വരാത്തതിൻ്റെ ദോഷങ്ങൾ പലതും ഉണ്ട്. മക്കളെ പ്രായമായ മക്കളാണ്. അവർക്ക് അമിതമായി മൊബൈൽ കൊടുക്കാൻ പാടില്ല. മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അവിടെ കാണാണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക. മൊബൈൽ ഒരു കാരണവശാലും കൊടുക്കരുത്. കുട്ടികളുടെ പഠിപ്പിന് വളരെ മോശമായിട്ട് മാറുകയാണ്. അതെ നമ്മൾ വിചാരിക്കും നമ്മൾ മക്കൾ രാത്രി ഉറങ്ങുന്നുണ്ടെന്നാണ് വിചാരിക്കുക. പക്ഷെ മക്കൾ ഉറങ്ങണില്ല. മക്കൾ രാത്രി നമ്മൾ ഉറങ്ങുന്നുണ്ടോ നോക്കിയതിൻ്റെ ശേഷം അവർ മൊബൈലിൻ്റെ ബോൾ കളിക്കും. അങ്ങനെയാണ് മക്കൾ നാശമായിട്ട് പോണത്. അപ്പം നമ്മൾ എന്ത് വേണം? പ്രത്യേകം ശ്രദ്ധിക്കാം. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മക്കൾക്ക് രാത്രി മൊബൈൽ കൊടുക്കരുത്. അത് നമുക്ക് ദോഷം ചെയ്യും. അത് നമുക്ക് ക്ലാസ്സിൽ കാണുന്നുണ്ട്. തന്നെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നിരുന്നത്. ഇപ്പം 5 PTA മീറ്റിംഗ് കഴിഞ്ഞു. 5 എണ്ണം കഴിഞ്ഞു. നിങ്ങൾ വന്നില്ല. നിങ്ങളെല്ലാ PTA മീറ്റിങ്ങിനും വരണം. എന്തല്ല നിങ്ങളെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയണത് നിങ്ങൾക്കും കേൾക്കാം, നിങ്ങൾ പറയണത് നമുക്കും കേൾക്കാൻ പറ്റും. അപ്പം അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ മക്കളുടെ പേരിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവും. മറ്റെന്ന് വെച്ചാൽ മക്കൾ വരുന്ന കിടന്നുറങ്ങുന്നത്, മാതാപിതാക്കൾ വരുന്ന അവരെ പണി നോക്കണേ, കുട്ടികൾ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഈ സമയത്ത് വരണം. ആ നമസ്കാരം. ആ സുൽത്താനെ നീയും വന്നില്ലല്ലോ ഒന്നും PTA മീറ്റിങ്ങിന്? ഒക്കെ ശരിയാ, കല്യാണം കഴിഞ്ഞിട്ട് വരണം. നമുക്കെന്ന് വെച്ചാൽ സ്കൂളിൽ PTA മീറ്റിംഗ് വെക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കണം, ടീച്ചർമാർ പറയണത് കേൾക്കാനും, നിങ്ങളെന്താ പറയണത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ PTA മീറ്റിംഗ് അപ്പോൾ വിളിക്കണത്. അത് അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ PTA മീറ്റിങ്ങിന് വരിക. വന്നിട്ട് എന്താ പറയണത്, മാഷന്മാരെന്താ പറയണത് കേൾക്കുക. അപ്പം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാണ്ടാവും. അത് നമ്മളും ഉൾക്കൊണ്ടിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. മനസ്സിലായോ? അപ്പം എന്നാൽ ശരി. ഓക്കെ.